അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാരും ഹാപ്പി ആണോ? അതെന്താ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാല്ലേ? മോനെ നോക്കി ചിരിക്കല്ലേ നീ? കണ്ണാടി ഇങ്ങോട്ട് വാ, കുറച്ച് നിങ്ങൾ അടുത്തിരിക്കും, ഒരുമിച്ചിരിക്കും. ഞാനിപ്പോ കുറച്ച് ഫോട്ടോസ് കാണിക്കും. ഞാനിപ്പോ കുറച്ച് ഫോട്ടോസ് ഫസ്റ്റ് കാണിക്കാം. അത് ജയിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ 500 രൂപയുടെ ഒരു ഫുഡ് വാങ്ങിത്തരും. നിങ്ങൾ പറയുന്നത് എന്തും 500 രൂപ ബഡ്ജറ്റ്. ജയിക്കുന്ന ആൾക്ക് ഇല്ല, ജയിക്കുന്ന ആൾക്ക് 500 രൂപയുടെ ബഡ്ജറ്റ്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വാങ്ങിച്ചുതരാം ഞാൻ. എന്നാ ഫുഡ് ഓർഡർ ചെയ്തോളൂ. ആരെങ്കിലും ഒരാൾ ജയിക്കുമല്ലോ. അത് വേണ്ട, അത് വേണ്ട. ആദ്യം ജയിക്കും. ഓരോ ആൾക്കാർക്കും 2 ക്വസ്റ്റ്യൻസ് വെച്ച് കിട്ടും. പക്ഷെ എല്ലാവരും പറഞ്ഞു 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അങ്ങനെയല്ല, ഞങ്ങൾ കുറെ ആൻസേഴ്സ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ 500 രൂപയുടെ ഒരു സാധനം. അത് വേണ്ട, തികയില്ല. പുഷ്കയാണോ? ജയിക്കുകയാണെങ്കിൽ 500 രൂപയേ ഉള്ളൂ. മൊത്തം ക്വസ്റ്റ്യനിൽ നിന്ന് ശരിക്കും സാർ 500 രൂപയ്ക്ക് ആളെ കൂട്ടി തരുന്നത്. കീ എന്ന് വെച്ചാ മതി. കീ എന്ന് വെച്ചാ മതി. ഓ, ചീഞ്ഞു നക്കൂ. എന്റെയിലും സെറ്റ് ചെയ്തോണ്ടിരിക്കാം. കീ എന്ന് വെച്ചാ മതി. ഓക്കെ, കീ ഇങ്ങനെ കൈ പൊക്കണം. കീ ഒന്ന് കാണിച്ചേ, ട്രയല് ഡെമോ കാണിച്ചേ. കീ വേണോ? ഇത് ആറ് കീയാ കേൾക്കുന്നത് അറിയില്ലല്ലോ. ഇങ്ങനെ അപ്പൊ എനിക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ കീ ഏതാന്ന്? സ്ലോ മോഷൻ ഇട്ട് ആര് ഇതാക്കി നോക്കും. അങ്ങനെ ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇപ്പൊ ഞാൻ ഒരു ഫോട്ടോ കാണിക്കും. അത് അനലൈസ് ചെയ്യും കേട്ടോ. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒന്നും വാങ്ങിച്ചു. ഞാൻ ആദ്യം എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കും. അതിൽ എത്ര ശതമാനം ഉത്തരം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, അതിന്റെ ശതമാനം ബേസ് ചെയ്ത്. ആ ശരി, എന്നാ ഈ ഫോട്ടോ നിങ്ങൾ ശരിക്കും സൂക്ഷിച്ച് കണ്ടോ? എല്ലാരും കണ്ടോട്ടെ. കണ്ടോ? നല്ല കയ്യില് കരുതില്ല. കണ്ടോ? കണ്ണാടി മാറ്റിട്ട് നോക്കടാ. കണ്ടോ? ഇത്ര ഉള്ളു. എനിക്ക് ഒരു മിനിറ്റ്. അയ്യോ, അടുത്ത കണ്ടോ? അടുത്തേക്ക് കൊണ്ടുവന്നു. അനലൈസ് ചെയ്യണം. കണ്ടു, അങ്ങനെ കൊണ്ടുപോലെ. കഴിഞ്ഞു. അത് 5 സെക്കൻഡ് ഇനി കാണിക്കുള്ളൂ. ക്യാമറയിൽ ഞാൻ പിന്നെ കാണിച്ചോളാം. കണ്ടല്ലോ അല്ലേ? സേനുവിന്റെ വായിൽ എത്ര പല്ലുണ്ട്? എത്ര പല്ലുണ്ട്? വിളിച്ചില്ല, ചാൻസ് പോയി. ശരി, ഓക്കെ. എനിക്കറിയില്ല. ഇതൊന്നും നാലായിരുന്നു. സൈനുവിന്റെ വായിൽ 4 പല്ല. അല്ല സോറി, 6 പല്ലുണ്ട്. എല്ലാം കാണുന്നുണ്ട്. 6 പല്ലും കാണുന്നുണ്ട്. മേലെ 4, താഴെ 2. അതാ 6 പല്ല്. ഞാൻ പിന്നെ തിരുത്തി പറഞ്ഞല്ലോ 6 പല്ലെന്ന്. ഞാൻ ഉത്തരം ഒന്ന് കൺഫ്യൂസ് ആയി. ഏത് പല്ല്? അവിടെ ഒന്നും പല്ലില്ല. മേലെ 1, 2, 3, 4, താഴെ 2. എന്റെ ഫോണിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എന്റെ മെസ്സേജിൽ മോളിൽ 3 പല്ലായിരുന്നു. ഞാൻ 5 എന്ന് പറഞ്ഞു. താഴെ 2 ഉള്ളൂ എനിക്കറിയാം. അതെങ്ങനെയാ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. അതെ, പാർട്ടിസിപ്പേഷൻ ചെയ്യാനല്ലോ 10 20 തരാം. ഒബ്സർവേഷൻ സ്കില്ലാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്.
ഫോട്ടോ അല്ലല്ല വേറെ ഫോട്ടോ. ആ ഈ ഫോട്ടോ നോക്കിയോ? കണ്ടില്ല ശ്രദ്ധിച്ച് നോക്ക്. ഞാൻ കുറച്ച് സമയം കാണിക്കുള്ളൂ. അച്ഛൻ അമ്മ 2 പിള്ളേർ, പുറകിൽ ആട്, 2 മരം, അല്ല 1 മരം, 1 മൂന്ന് 2 പക്ഷി, 1 വീട്. ആ പെണ്ണിന്റെ ഡ്രസ്സില് പിങ്കും വെള്ളം. കഴിഞ്ഞ സമയം 1 2 3 4 5 സെക്കൻഡ് ഞാൻ സമയം തരുള്ളൂ കാണാം. സാധനങ്ങളുണ്ട്. ആ അങ്ങനെയാണ് മെമ്മറി ടെസ്റ്റ്. പോയി എത്ര പേരുണ്ടായിരുന്നു? അങ്ങനെയല്ല നോക്ക്. ഇവിടെ ആ ഫോട്ടോയില് മഞ്ഞ കളർ സൂര്യകാന്തി പൂ എത്ര എണ്ണം ഉണ്ടായിരുന്നു? എത്ര എണ്ണം ഉണ്ടായിരുന്നു? അവരാദ്യം പറഞ്ഞ പക്ഷേ ഞാൻ 3. കറക്റ്റ് ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പെർസെന്റേജ് നോക്കും. ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, അതില് എത്ര കിളികൾ ഉണ്ടായിരുന്നു? 2 പറ. അല്ല 2 കാക്ക പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. 4 3 അയ്യോ മൈക്ക് താഴെ പോയി. മൈക്ക് ഇവിടെ എടുത്ത് ഉറപ്പിച്ചോ? ഉത്തരത്തിൽ ഉറച്ചു. 2 പറഞ്ഞു. ഉറപ്പിച്ചോ പറ. 4 ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ആ എന്നാ ശരി ഉത്തരം. കീ 4. ഇവിടെ 2 കിളി പറക്കുന്നു. രണ്ട് നിഴല് പോലുണ്ട് സാധനം പോയിട്ടുണ്ടായിരുന്നു. പോലും കണ്ടില്ല. മന്തിക്ക് ഇപ്പോഴാണ് കളിയൊന്നും ചോദിക്കണം. അടുത്തത് ഓക്കെ. ഒന്ന് നോക്കാം. കണ്ടുപിടി. അവിടുന്ന് കാണുന്നുണ്ടോ? കീ പറയുന്നവർക്ക് വല്ല ഞങ്ങളിവിടെ വെയിറ്റിംഗ് ക്വസ്റ്റിന് വേണ്ടി. എന്റെ മെമ്മറി ട്രെയിൻ ആവുന്നു. ഈ ഫോട്ടോ ഫോട്ടോ കുറച്ച് വലുതാക്കാൻ പറ്റും. അതിൽ 500 സാധനങ്ങളും. കുതിരക്ക് എത്ര കാലുണ്ട്? 5 1 2 3 4 5 6 7 കാണുന്നില്ല. ഇവിടെ ഫോട്ടോ ഒന്നും കാണില്ല കേട്ടോ. 9 10 കഴിഞ്ഞു. 10 സെക്കൻഡേ ഉള്ളൂ. 10 സെക്കൻഡ് ഞാൻ കാണിക്കുള്ളൂ. ആദ്യം വന്ന് ഇങ്ങനെ കുത്തിട്ടുള്ളത് നീ തന്നെ. ഇല്ല ഞാൻ പറഞ്ഞത് ആ സൈഡിലുള്ള ഫോട്ടോ കാണില്ല. 5 സെക്കൻഡോടെ ബോണസ്. ഒരു കാര്യം ചെയ്യ്. ഓരോരുത്തർക്ക് 5 സെക്കൻഡ് വെച്ചു. ഇല്ല 2 3 4 5 കഴിഞ്ഞു. ഈ ഫോട്ടോയില് എത്ര മനുഷ്യരുണ്ടായിരുന്നു? പറ. 1 ശരി അല്ല ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് പറയാം. 2. ശരി 1 മോനെ ഉറങ്ങാ ഉത്തരം പറയടാ. എത്ര കീ അല്ല എത്ര മനുഷ്യരുണ്ടായിരുന്നു? എനിക്കത് ഓർമ്മയില്ല. ഒരാളെ മാത്രമേ ഓർമ്മയുള്ളൂ. 3 ഫിക്സ് ചെയ്തോ? അതെങ്ങനെയാ നീ ഇങ്ങനെ പറയുന്നേ? ഓ ഇത് 1 2 ഉറപ്പിച്ചല്ലോ. മാറ്റണമെങ്കിൽ മാറ്റാമോ? ഒന്നും വേണ്ട, പറഞ്ഞോ. 3 ഇപ്പൊ ട്രിക്ക് മനസ്സിലായി. 1 2 പിന്നെ അടുത്ത 3 മന്തി ഞാൻ കൊണ്ടുപോയി. റൂമി മന്തി എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ സ്വാർത്ഥനാ. മതി ചോദ്യം കഴിഞ്ഞു. ഇല്ല ഇതില് ഈ ഫോട്ടോയില് കഴിഞ്ഞു. ഇനിയുണ്ടോ?
എത്ര ചുവന്ന വീടുകൾ ഉണ്ടായിരുന്നു? കീ പറഞ്ഞിട്ട് വേണം ഉത്തരം പറയാൻ. കീ റെഡ് കളറിലെ വീടാ ചോദിക്കുന്നത്. റെഡ് കളറിലെ വീട് എത്ര എണ്ണം ഉണ്ടായിരുന്നു? കീ 3. ഞാനിവിടെ കീ പറഞ്ഞ ആൻസർ പറഞ്ഞില്ല. 5. മൊത്തം വീട് 5 ആയിരുന്നു. അതുകൊണ്ടാ 7 രണ്ടെണ്ണ കീ 5. ഞാൻ പറയട്ടെ. കീ 5. കീ അല്ലെങ്കിൽ ഈ 7 അല്ല കീ 5 6 ആ. കീ 6 7. ഈ ആദ്യത്തെ നിന്റെ കീ കഴിഞ്ഞതാ. അടുത്ത കീ പറഞ്ഞ 7. ഞാൻ ഒന്നുകൂടെ പറയാൻ ഞാൻ പറഞ്ഞു കീ 5. എനിക്കൊന്നും പറയാം. അതല്ല പക്ഷെ 3 അല്ല. 4 ആണോ? 4 വീടുകൾ ഉണ്ടായിരുന്നു. കാണിച്ചേ. 1 ഒരു 2 മിനിറ്റ് 1 2 3 4. ഒറ്റ വീടാ. ഇത് ഒറ്റ വീടാ. അത് ഞാൻ നിങ്ങൾ 7 അടുത്ത ചോദ്യം ഞാൻ തരാം. അത് ഒരു ഞാനും അങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന. ഇത് ഒരു വീട്. ഒരു മിനിറ്റ് ഇതൊന്ന്, ഇത് 2, അത് 3, ഇത് 4. ഇതൊരു വീടല്ല. എടാ ഒറ്റ കോമ്പൗണ്ട്. ഇതൊരു വീടാണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എണ്ണിക്കൊണ്ടിരുന്നേ. ഞാൻ വീട് ചോദിച്ച കൂരാന്നല്ല ചോദിച്ചത്. വീട് ഓരോ വീടാണ്. ഓടാ. ഒരു കുടുംബം. 5 വീടല്ലേ ഉള്ളൂ. 1 2 3 4 5. ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്കാ. ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്ക് അല്ല. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർക്കേരിയ ഉണ്ടെങ്കിൽ അത് വേറെ വീടാണ്. ഇതല്ലല്ലോ. പിന്നെ പോടാ വീട്ടുപേര്. ഈ പിക്ചർ മാത്രമേ ഉള്ളൂ, അത് മാറണം. ഇത് മാറ്റി വേറെ ചീട്ടക്കളിയൊന്ന് മാറ്റി. ഒളിച്ചിരുന്നിട്ട് നീ അസഭ്യം പറയുന്നു. അവന്റെ മുഖം കാണിക്ക്. അവന്റെ മുഖം കാണിക്കും. ഇല്ല ആ കൊടുത്തി അവനും ഓക്കെ. അടുത്തത് ആരെങ്കിലും ശരിയുത്തരം പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ 2 പോയിന്റ്. എന്ത്? അതല്ല ഈ ക്വസ്റ്റ്യൻ അതാ ചോദിച്ചേ. ഇവിടെ വീട് തന്നെ. ഞങ്ങൾ 7 വീട് പണിത് കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ ഉണ്ടല്ലോ ഇവിടെ കാണിക്കുന്നത് എണ്ണിക്കൊണ്ടിരിക്കുക. ഒരു ബ്ലാക്ക് അടുത്ത ഫോട്ടോ. ഓ നമ്മുടെ തന്നെ ഫോട്ടോയാണോ? ഞാൻ ഒന്ന് ഇവിടെ നിങ്ങൾ എത്തട്ടെ. ഇനിയൊന്നും എണ്ണി തുടങ്ങാം. 1 ഡിമ്മായി 2 3 എനിക്ക് കാണത്തില്ല. 4 5 6 7 8 9 10 കഴിഞ്ഞു. എനിക്ക് കാണത്തില്ലായിരുന്നു. കണ്ണാടിയെടുത്ത് വെക്കണോടോ. ആ ശരി, എല്ലാം അനലൈസ് ചെയ്തല്ലോ അല്ലേ? മേശപ്പുറത്ത് എത്ര ഫോൺ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. ഞാൻ ഫോണൊന്നും കണ്ടില്ല. ഞാൻ ഫോട്ടോ പോലും എത്ര ഫോൺ ഉണ്ടായിരുന്നു? ഞാൻ യൂഷ്വലി ഫോണാണ് വെക്കുന്നത്. നിന്റെ ഫോൺ 2 ഫോൺ. ഫോട്ടോ എടുത്ത് അവളുടെ ഫോൺ 3 ഫോൺ. ബാക്കി നമ്മൾ 5 പേര്. അപ്പം റോബോയുടെ ഫോണും കാണും. ടോട്ടൽ 4 ഫോൺ. കീ കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകും. ഓക്കെ ഞാനിവിടെ പറയാം. കീ പറ. കീ 3 ഫോൺ. ഞാൻ മാറി 3 ഫോൺ. കീ 3 ഫോൺ. നമ്മൾ എത്ര പേരുണ്ട്? 6 പേരല്ലേ? 4 പേര് 4 ഫോൺ. അല്ല കീ 0 ഉത്തരം പറയാൻ പറ്റുമോ? എന്ന് വെച്ചാ ഫോണില്ല. വേണ്ട കീ 4 തന്നെ മതി. ഞാൻ കീ ഒന്നുമില്ല. കീ ഫോണില്ല. അത് മണ്ടത്തരാ. ഫോണുണ്ട്. എനിക്കും കീ ഒന്നുമില്ലെന്ന് പറയാനാ തോന്നുന്നത്. ചോദിക്കില്ല. ആ ഫോട്ടോ നോക്കിയിട്ട് അല്ല നീ പറഞ്ഞു എത്രയാ പറയുന്നത്? കീ 1. അപ്പൊ ഞാനൊന്നുമില്ല. ഞാൻ കീ 3. ഞാനാ 3 പറഞ്ഞു. അല്ല ഞാൻ അത് കുഴപ്പമൊന്നുമില്ല. 4. ഞാൻ കീ 4. അല്ല വേണ്ട ഞാൻ കീ 2 പറയാൻ വരുമായിരുന്നു. ഞാൻ 3. ഇല്ല മാറ്റി പറയാൻ പറ്റില്ല. ഒന്ന് ഞാൻ കീ 4 ആദ്യം ആദ്യം പറഞ്ഞത് തന്നെ പറയണം. മാറ്റി പറയാൻ പറ്റത്തില്ല. പറഞ്ഞു. ഞാൻ 4 തന്നെ പറഞ്ഞു. നീ എന്തോ പറഞ്ഞു? 1. എന്താ ആൻസർ? 2. അതുകൊണ്ടാണ് അവൾ ആദ്യം പറഞ്ഞത്. ഇവളുടെ ഫോണും 2 പറഞ്ഞു. ഒന്നുമില്ലെന്ന് പറയല്ലേന്ന്. 2 പറഞ്ഞ മതി. ആദ്യം 2 എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി. ഒന്നും പറയാൻ പറ്റുമോ? ആലോചിക്കല്ലേ. ആ ഇനി കുറച്ച് ചോദ്യങ്ങളാണേ. അത് കഴിഞ്ഞോ? പടങ്ങളുടെ കഴിഞ്ഞോ? പടങ്ങളുടെ പരിപാടി കാണാത്തൊരു സാധനം ഫോണായിരുന്നു. ബാക്കി കണ്ടോ ചോദിച്ചില്ല. ഞാൻ ക്ലാസ് നോക്കി
അടുത്ത ചോദ്യങ്ങൾ ആദ്യം കണ്ട ഫോട്ടോയിൽ എത്ര പേര് പാൻറ് നിന്ന് കാണാം. ഈ സച്ചിനെ കാണുന്നില്ല. ഞാൻ എന്ത് നടുക്ക് പ്രതീക്ഷിച്ചേക്കുന്നത് ഇവരെ കാണുന്നില്ല. ഇവര് അവിടെ ഇരിക്കുന്നത്. ടെനീഷ് കുറച്ചുകൂടെ അടുത്ത് വരണം. ഞാൻ ചായ ഏതോ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടല്ലോ. ഓക്കെ സെറ്റ്. ചോദ്യം. ഓക്കെ, ഞാൻ ഓരോരുത്തരോടും ആയിരിക്കും ചോദിക്കുന്നത്. നിനക്ക് എത്ര മാർക്കുണ്ട്? നിനക്ക് 2 മാർക്ക്. നിനക്ക് മാർക്കൊന്നുമില്ല. 2 ഉള്ളു. ഞാൻ എണ്ണി പോടാ. നിനക്കൊന്നില്ല. അതായത് 1 2. ശരി, അടുത്തത് ഗ്രീഷ്മയോടാണ് ചോദ്യം. അങ്ങനെയാ? അല്ല, ഗ്രീഷ്മയോടാണ് ചോദ്യം. വേറെ ആരും ഇപ്പൊ ഉത്തരം പറയാൻ പാടില്ല. ചില നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമായിരിക്കും. ഓക്കെ, ടെക്സയുടെ കണ്ണാടിയുടെ കളർ എന്താ? പച്ച. ഓ മൈ ഗോഡ്. കണ്ണാടി ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടോ അതിന്റെ കളർ എനിക്ക് പറയാറില്ല. അത് അടുത്തവനോട് തന്നെയാണോ? ബ്ലെൻഡോ ഏതാണ്ട് ഒരു സാധനം സ്റ്റെപ്പിലേക്കാണോ? സത്യം അടുത്തവനോട് തന്നെയാ? അതെ. സച്ചിൻ എന്നെ എപ്പോഴും വിളിക്കുന്ന പേര് പറയല്ല പറയാ. നല്ല ചിന്തപ്പൻ. ഓ അറിയായിരുന്നില്ലേ? എനിക്കറിയായിരുന്നാണോ? എനിക്കറിയായിരുന്നു. എന്റെ അടുത്ത് ചോദിക്കണ്ട. അപ്പൊ എനിക്ക് 4 മാർക്ക്. അല്ല 3 മാർക്ക്. സോറി 3 മാർക്ക്. ഓക്കെ, അപ്പൊ ഈ റൗണ്ടിൽ എനിക്ക് ഇതേപോലെ എളുപ്പമുള്ള ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. അല്ല, ഇവള് കരുതിയില്ല കണ്ണാടിയുടെ കളർ ഞാൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി നിന്നോടാ ചോദ്യം. ഓക്കെ, നല്ല ചോദ്യം. അയ്യോ, ഇതിന്റെ ഉത്തരം ഞാൻ മറന്നുപോയി. ഞാനൊന്ന് പോയി നോക്കിട്ട് വന്നോട്ടെ. ഞാൻ മറന്നുപോയി. ചോദിക്കാം, ഞങ്ങള് പറഞ്ഞുതരാം. നമുക്കറിയായിരിക്കും. ചോദിച്ചോ. ഓക്കെ, ഗ്രീഷ്മയുടെ ഇൻസ്റ്റാ ഐഡിയുടെ മീനിങ് എന്താ? അതറിയത്തില്ല. ഇൻസ്റ്റാ ഐഡി അറിയാമോ? അതുപോലെ അറിയില്ല. നിന്നോടാ ചോദിക്കുന്നേ. ഗ്രീഷ്മയുടെ ഇൻസ്റ്റാ ഐഡി അറിയാമോ? അറിയില്ല. ഇൻസൈഡ് അറിയുമെന്ന് പറയണോ? ഇൻസ്റ്റാ ഐഡി അറിയാമോ? നിന്നോടാ ചോദ്യം, പറ. എന്നോടെന്താ ഇമാതിരി തീർച്ചയായും ഇത് സിമ്പിൾ ചോദ്യമല്ലേ? ഇൻസൈഡ് അറിയാം. എന്നാ പറ. അതല്ല ഉത്തരം. ഇസ്പാൻസ. എസ്പെറാൻസ, അതിന്റെ മീനിങ് എന്താണ്? കഴിഞ്ഞു. ഉണ്ടോ? എസ്പെറാൻസ. ഇതിനൊരു ഉത്തരം, ഒരു പോയിന്റ്, 3 പോയിന്റ്. ഞാൻ ആദ്യം തന്നെ എനിക്ക് മാത്രം 3 ചോദ്യം. എനിക്ക് ഐഡിയ അറിയോ? അറിയാം. പറഞ്ഞു ഇൻസ്റ്റാ ഐഡിയുടെ മീനിങ് എന്താണ്. അത് തന്നെയായിരുന്നു ചോദ്യം. അത് വായിനോട്ടുള്ളത്. എനിക്കറിയാം. അതങ്ങനെ ഓപ്ഷൻസ് പറയാൻ പറ്റത്തില്ല. ഓപ്ഷൻസ് എന്നാ പിന്നെ എന്ത് നമുക്ക് അല്ലെങ്കിൽ 10 ഓപ്ഷൻ ഞാനിപ്പോ ഈ ഓപ്ഷൻ ഒക്കെ എവിടെ നിന്ന് ഉണ്ടാക്കും? എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യും. ഒരു വേണമെങ്കിൽ ക്ലൂ തരാം. ക്ലൂ കിട്ടിയില്ല, എനിക്ക് കാര്യമില്ല. എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കവനെ പാവം. അറിയില്ല. അറിയില്ല, അല്ലാതെ ഞാൻ പറയത്തില്ല. 10 ഓപ്ഷൻ എനിക്ക് അറിയില്ല. അല്ല, നീ പാസ് കൊടുക്കുക. അറിയില്ലെങ്കിൽ പാസ് കൊടുക്കണം. എന്നാ പിന്നെ നീ അറിയില്ല എന്ന് പറ. മുട്ട മേടിക്കും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് എന്തായാലും തെറ്റുത്തരമെങ്കിലും പറ. തിങ്ക്, യൂസ് യുവർ ബ്രെയിൻ. ആലോചിക്ക്. എസ്പെറാൻസ. ഗൈസ്, നിങ്ങൾക്ക് എസ്പെറാൻസയുടെ മീനിങ് അറിയാം. അതിനിടയ്ക്ക് ഇപ്പഴാ ഓർത്തില്ല. 5 പേരെ കാണാൻ 3 2 5 ഞാൻ കാണില്ല. 4 പേര്. പറ. എസ്പെറാൻസ. കുഞ്ഞൊരു വേടാ. കുഞ്ഞു വേടാ. അതായത് നമ്മള് എല്ലാവർക്കും ഉള്ളിൽ അതുണ്ട്. എപ്പോഴും ഉള്ളിലുണ്ടത്. നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ അതുണ്ട്. നമ്മളിങ്ങനെ അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ.
അങ്ങനെ രണ്ടെണ്ണം കൂടെ നീ പറഞ്ഞു മറക്കുന്നു അവനെ. അങ്ങനെ അങ്ങനെ 2-3 സാധനം. ഞാൻ ഉദ്ദേശിച്ചില്ല പാസ് വേണ്ട. ത്വര. എൻസൈക്ലോപീഡിയ. എൻസൈ പറ. ഞാൻ ഒരു മിനിറ്റ് കാര്യം പറഞ്ഞോട്ടെ ഇവരോട്. നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരമല്ല, അതാണ് പറയാൻ പോകുന്നത്. അതാണ് എനിക്ക് ഉത്തരം അറിയാം. പിന്നെ എനിക്ക് ഉത്തരം അറിയാം. ഞങ്ങൾ ആരെയും ഉത്തരം പറഞ്ഞോ കൂടെ? ഉത്തരം പറഞ്ഞോ? അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു സാധനം പറഞ്ഞു. പിന്നെന്താ? പക്ഷെ അതല്ല അതിന്റെ ഉത്തരം. ആഗ്രഹം. എന്താണ് ഇവിടെ? ആ ഒന്നും കൂടെ അറിയാം. പിന്നെ ഒന്നും കൂടെ ഒന്ന് നമ്മുടെ അല്ലല്ല നമ്മുടെ ഒരു ഇത് തന്നെ അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഏകദേശം ഏതാണ്ടൊക്കെ വന്നു. കുറച്ചും കൂടെ ഇത്തിരിയും കൂടെ എടുത്ത് വഴി, നമ്മൾ പോകുന്ന വഴി. ടെനീഷ് പറയാൻ പാടില്ല, അത് ക്യാൻസൽ ആയി പോകും. അല്ല ടെനീഷ് പറഞ്ഞതിനകത്ത് എവിടെയോ ഒരു സാധനം ഉണ്ടായിരുന്നു, കിട്ടി. അല്ല പറ്റും. അല്ല ഇവൻ പറഞ്ഞത് അല്ലല്ല ഇവൻ പറഞ്ഞതിനകത്തുണ്ടായിരുന്നു. ഇവൻ പറയുന്നത് ആഗ്രഹം, പിന്നെ ഡെസ്റ്റിനി, ഇതൊക്കെയാ ഡിസൈർ. ഓപ്പ് പറഞ്ഞു. അത് സോറി, ഞാൻ കേട്ടില്ല പറഞ്ഞത്. ഞങ്ങള് എത്ര അർത്ഥതലങ്ങളിലേക്ക് പോയി. ഞാനത് പറഞ്ഞു. ശരി ഞാൻ കേട്ടില്ല. ജയിച്ചു മോൻ ജയിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു ഇവന്റെ അടുത്ത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. വേണ്ട, ഞാൻ തരില്ല. ശരി, മറ്റേ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അയൺ ബോക്സിന്റെ ബ്രാൻഡ് അതേതാ? കഴിഞ്ഞു. അയൺ ബോക്സിന്റെ ബ്രാൻഡ് ഏതാ? ഏത് ബ്രാൻഡ് അയൺ ബോക്സ് ആണ് നമ്മള്? സിസ്കയോ? അയൺ ബോക്സിന്റെ കളർ എന്താ? പച്ച. എന്നാ സിസ്ക അല്ല. കഴിഞ്ഞു, തോറ്റു. ഒരു ചാൻസ് കഴിഞ്ഞു. തോറ്റു ഒറ്റ ചാൻസ്. രണ്ട് അയൺ ബോക്സ് ഉണ്ട്, ഏതാന്ന് വ്യക്തമാക്കണം. നിന്റെ അയൺ ബോക്സ് പച്ച അയൺ ബോക്സ്. പച്ച അയൺ ബോക്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒറ്റ അയൺ ബോക്സ്. എല്ലാ അയൺ ബോക്സ് ഞാൻ ഇവിടെ പൂട്ടി കെട്ടി വെച്ചേക്കാം. ഇവിടെ ആരും യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് നിന്റെ അയൺ ബോക്സ് പച്ച. അയൺ ബോക്സ് ഉണ്ട്, ഉണ്ട്, ടെക്സ്റ്റൈൽ. ഒരു മിനിറ്റ്, ടെക്സ്റ്റൈൽ നമ്മൾ ഉപയോഗിക്കുന്ന അയൺ ബോക്സ്, അതിന്റെ ബ്രാൻഡ് തോറ്റല്ലോ. ഫിലിപ്സ്. ഫിലിപ്സ്. തോറ്റുപോയി. അപ്പൊ ഇവൻ എത്രയാ? 2 മാർക്കായിരുന്നു, 3 മാർക്കായി. നിനക്ക് 3 അല്ലേ? അല്ല 2. 3. ശരി. കഴിഞ്ഞു മോനെ, കഴിഞ്ഞു. ഇനി ടെന്നീസ് മോഹൻ. ഈ വീട്ടിൽ എത്ര കത്തുണ്ട്? എല്ലാ കത്തിയും കറന്റ് ഉള്ളത്. കറന്റ്ലി നമ്മുടെ അടുക്കളയില് വ്യക്തമായി പറയൂ, അടുക്കളയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എത്ര? അടുക്കളയിൽ ആ ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടിയില്ലേ, അതിനുള്ളിൽ എത്ര കത്തി ഉണ്ട്? ഞാൻ നോക്കിട്ട് പറ്റേ ഉത്തരം കറക്റ്റ് ആയിട്ട്. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കോ?
പറയാം. എടാ മോളെ ഞാൻ അതിർത്ത് കൊട്ടയിൽ ഇട്ടായിരുന്നു. പറ എത്ര കത്തി ഉണ്ടെന്ന് പറ. സച്ചിനെ വാ. 10. ആ കഴിഞ്ഞല്ലോ. ആ ബാ സച്ചിനെ കേറി വാ. ആ ഉത്തരം പറഞ്ഞു കേറി വാ. എത്രയാ? 10 കറക്റ്റ് ഉത്തരം. ആണോ? എങ്ങനെ 10 കണക്ക് പോരട്ടെ. ലിസ്റ്റ് എടുക്ക്. ലിസ്റ്റ് പറ. അതെന്തിനാ ആൻസർ കിട്ടിയതേ? 10 ആണോ ഇല്ലയോ? അല്ല ഇരിക്കേ. 10 ആണല്ലോ. അല്ല ഞാൻ വന്ന് വാലിഡേറ്റ് ചെയ്തല്ലേ ഇപ്പൊ. മോനെ കള്ളത്തരം ചെയ്യല്ലേ മോനെ. മോനെ എന്താ മോനെ? എന്താ മോനെ എങ്ങനെ ചെയ്യുന്നത്? 10 അല്ല 6 കത്തി. എങ്ങനെയാ? നീ 2 കൊണ്ടുവന്നു. ആ, ഇവളെ ഒരെണ്ണം. ഇവിടെ ഒരു ഓർമ്മയൊന്നുമില്ല. പിന്നെ ഞാൻ 2 കൊണ്ടുവന്നു. ആ, ആ ശരി. ആ 2 റെഡും എന്റെ എപ്പോഴും യൂസ് ചെയ്യുന്ന കത്തി. റെഡ്. പീലറും 3 ഞാൻ അങ്ങനെ കൊണ്ടുവന്നു. പീലറില്ല കത്തി മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. കത്തി മഞ്ഞപ്പിടിയുള്ളൊരു അരക്കുന്ന അതെന്റെ അല്ല. അതെന്റെ. ആ, ഓക്കേ. നീ 2 കത്തി കൊണ്ടുവന്നു. കാച്ചി കൊണ്ടുവന്നത് 2 എന്റെ മഞ്ഞ, പിന്നെ എന്റെ ഒന്ന് കറുപ്പ്, പിന്നെ ഒരു അല്ലാതെ ഒരു മഞ്ഞ 5, പിന്നെ ഇവളുടെ ഒരു കത്തിയും കൂടെ അവിടെ ഉള്ളൂ. ബാക്കി അതിനകത്ത് ഇല്ല. 6 ഉള്ളൂ. നല്ല കട്ടിയുള്ളൊരു പത്തിയുണ്ട്. 6 കത്തി ഉള്ളൂ. കട്ടിയുള്ള പിടിയുള്ളതായിരുന്നു. ആ അതാ പറഞ്ഞ 6 കത്തി. ഇതെനിക്ക് വേരിഫൈ ചെയ്യണം. നീ ഇപ്പൊ പോയി എണ്ണിയായിരുന്നോ? ആ പാറ്. ഇവന് എണ്ണിയതാ 6 കത്തി ഉള്ളൂ. ഇവളുടെ ബാക്കി കത്തി എവിടെ നിർത്തിയത്? ഇവളുടെ ഒരു കത്തി അതിലുള്ളൂ. എന്നാ പോലും 7 ആവത്തുള്ളൂ. 2 ഉണ്ടെങ്കിലും ആ, എന്നാ ഓക്കേ. 10 ഇല്ല. ആ, ഇങ്ങനെയാ. ഫിലിപ്സ്. ആയിരിക്കും ആ റൂമിന്റെ അകത്ത് ഇരുന്നല്ലേ ഇവിടെ നോക്കിയിട്ടായിരിക്കും ചെയ്തേ. ആ സിസ്കി അല്ലാതെ ഫിലിപ്സാ. ആ, ഓക്കേ. സിസ്കി എവിടുന്ന് വന്നു? എനിക്ക് മനസ്സിലാകുന്നില്ല സിസ്കൊക്കെ ആരത്. ശരി, അപ്പൊ നിന്റെ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്ത ദിവസം എനിക്ക് മകൻ ഇവിടെ ഇല്ലേ? കുഴപ്പമില്ലേ? ഓക്കെ. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മുടെ റൂം വരെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഫ്രഷ് ചോദ്യം. എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഫ്രഷ് ചോദ്യം. ഞാൻ അത് കൊള്ളായിരുന്നു. സിസ്ക ബൈ ഫിലിപ്സ്. അതെ. ഉത്തരം തെറ്റാണ്. എനിക്ക് ഫ്രണ്ട് വായോ, ഇങ്ങോട്ട് വായോ. ഞാൻ എനിക്ക് ബോഡി വേദനിക്കുന്നു വിചാരിച്ചിരുന്നു. പറ. ഞാനിവിടെ കിടക്കണടാ. കേക്കാം. നീ വന്നിങ്ങോട്ട് ഞാനിവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പറഞ്ഞോ. എണ്ണം പറ. എണ്ണോ അങ്ങനെയൊന്നും പറയില്ല. രണ്ടാമതല്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന്, അതായത് താഴെ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മുടെ റൂം വരെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? 35. ലോക്ക് ചെയ്യാമോ? ആ, ശരി. ചെയ്തോ? ശരി. 36. ഓ ഷിറ്റ്. ഞാൻ എപ്പോഴും പറയാറുള്ള 36. ഇവിടെ ഇവക്ക് എണ്ണ അറിയാന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല ഇവള് ഇടക്കിടക്ക് ഇത് പറയുന്ന. 6 സ്റ്റെപ്പ് ഉണ്ട്. ഒരിടത്ത് ഇത് മറ്റേ സിമിലർ അല്ല, കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരേപോലെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ എന്നും എണ്ണ സ്റ്റെപ്പ് കൂടുതൽ ഓർത്തിട്ടാണ്. അതെനിക്കറിയത്തില്ല, ഞാൻ സ്റ്റെപ്പ് എണ്ണാറുണ്ട്. മൊട്ടയിലാണല്ലോ. അപ്പൊ തോറ്റു. 2 ഉത്തരം തോറ്റില്ലേ മോനേടാ? ആൻസർ ശരിയാക്കും. എളുപ്പാ. ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കറിന്റെ ബ്രാൻഡ് ഞാൻ പറയാം. എനിക്കറിയായിരുന്നു, അതാ ഞാൻ തരാഞ്ഞ്. യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. ഓ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും അതല്ലേ ചെയ്യാറ്. അങ്ങനെ ടെക്സ്റ്റ് ഉത്തരം പറഞ്ഞു. എന്നെ മനപ്പൂർവ്വം തോൽപ്പിച്ചൊന്നുമല്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോ എന്താ കഴിഞ്ഞ ദിവസം കണ്ടത്? ഇത് മനഃപൂർവ്വം കഴിവാനിലേക്കുള്ള പരിപാടിയാ. നാളെ ഞാൻ ഒരു പാത്രം നിറച്ച് കത്തി കിടക്കുന്നില്ല.
നീയല്ലേ ഇവിടെ കത്തി കാച്ചു കൊണ്ടുവരുന്ന ആള്. അപ്പൊ പിന്നെ നിന്നോട് ചോദിച്ചാൽ ഞാൻ ആലോചിക്കണായിരുന്നു ഇവിടെ 6 ആൻസർ പറഞ്ഞു. ഇവിടെ വന്നവരാരൊക്കെയാ? ഞാൻ 2, നീ 2, ഇവൊക്കെ ഉള്ള 2. 6 ആൻസർ എന്തോ ഇവിടെ 3 ഉണ്ടായിരുന്നു. കാണാറുള്ളൂ. ഞാൻ അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം. ഇത് കുറച്ച് എന്താ, ഇത് എല്ലാവർക്കും കൂടിയുള്ള ചോദ്യമാണ്. ഇത് കീ പറയണം കേട്ടോ. കീ പറഞ്ഞു ഓക്കെ. എനിക്കിതിനോട് ഞാനിപ്പോ ഒരു കഥ പറയുന്നത്, ഒരു 2-3 സെന്റൻസ് ഞാനിപ്പോ പറയും. എന്നിട്ട് അത് നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടിരുന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് തെറ്റാതെ റിപ്പീറ്റ് ചെയ്ത് പറയണം. ടങ് ട്വിസ്റ്റർ ഒന്നുമല്ല, ഒരു കഥ പറയും. ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പാരഗ്രാഫ്. അപ്പൊ നിങ്ങൾ ചെറുതായി ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാകും. എന്തിനാവൂല. അപ്പൊ ഞാൻ കഥ പറയും, അതിപ്പോ ശ്രദ്ധിച്ചിരുന്നിട്ട് പറയണേ. ആ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരു തവണ പറയുള്ളൂ, ശ്രദ്ധിച്ചിരിക്കും. വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. നിർത്തി ഞാൻ പറയും. പക്ഷെ അത്രേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കണം. ആ, പത്തനാപുരത്തെ പത്തായത്തിൽ പത്തനാപുരത്തെ പത്തായത്തിൽ 15 നീല നീർക്കോലികൾ നീണ്ടു കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കീരി ചാടി വന്നു എല്ലാത്തിനെയും പറത്തി. ഇത് കണ്ട് പത്തായത്തിന്റെ താഴെ നിന്ന 10 വയസ്സുള്ള നീണ്ടു നീളമുള്ള പരമു പത്തായത്തിന്റെ താഴെ നിന്ന ഒന്നുകൂടെ പിന്നെ പറയാം. പത്തായത്തിന്റെ താഴെ നിന്ന 10 വയസ്സുള്ള നീണ്ടു നീളമുള്ള പരമു പേടിച്ചു ഓടി മിണ്ടാതെ പാത്തിരുന്നു. സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിൾ അല്ലേ? ആ, സ്റ്റാർട്ട് ചെയ്യ്, പറയാ. നിങ്ങൾ പറയണോ? എടാ മോനെ സച്ചിനെ കേക്കടാ, നിന്റെ അടുത്ത് ഞാൻ ചോദിക്കും. പത്തനാപുരത്തെ പത്തായത്തിൽ 15 നീല നീർക്കോലികൾ നീണ്ടു കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കീരി ചാടി വന്നു എല്ലാത്തിനെയും പറത്തി. ഇത് കണ്ട് പത്തായത്തിന്റെ താഴെ നിന്ന 10 വയസ്സുള്ള നീണ്ടു നീളമുള്ള പരമു പേടിച്ച് ഓടി മിണ്ടാതെ പാത്തിരുന്നു. ഓക്കെ, ആ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. പറഞ്ഞോ. പത്തനാപുരത്തെ പത്തായത്തില് 10 നീല നീർക്കോലികള് നീണ്ടു കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു കീരി വന്ന് എല്ലാത്തിനെയും പറത്തി. ഇത് കണ്ട് പത്തായത്തിന്റെ താഴെ നിന്ന 10 വയസ്സുള്ള നീണ്ടു നിവർന്ന നല്ല നീളമുള്ള നീണ്ട പരമു പേടിച്ചോടി പറന്ന് പതുങ്ങിയിരുന്നു. അങ്ങനെയല്ല, മനസ്സിലായി. അത് കിട്ടില്ല. അച്ഛനെ പറ. പത്തനാപുരത്ത് പത്തായത്തിൽ 15 നീല നീർക്കോലികൾ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. അപ്പോ അതിലേക്ക് ഒരു കീരി വന്ന് എല്ലാത്തിനെയും പറത്തി. ഇത് കണ്ട് പത്തായത്തിന് താഴെ നിന്ന 10 വയസ്സുകാരൻ പരമു നീണ്ടു നീളമുള്ള പരമു ഇത് കണ്ട് പേടിച്ചു ഒളിച്ചിരുന്നു. അല്ല, കഴിഞ്ഞു ഇല്ലില്ല, ഒത്തിരി ചാൻസ് ഉള്ളു. കഴിഞ്ഞു. ടെക്സാ എൽസ പറ. പത്തനാപുരത്ത് പത്തായത്തില് 15 നീല നീർക്കോലികൾ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. ഒരു കീരി വന്ന് എല്ലാത്തിനെയും പറത്തി.
ഇത് കണ്ട് പത്തായത്തിന്റെ അടുത്ത് നിന്നിരുന്ന 10 വയസ്സുള്ള നീണ്ടു നിവർന്ന പരമു പരമു നീണ്ട് നീളമുള്ള പേടിച്ച് ഓടി പോയി ഒളിച്ച് പാത്തിരുന്നു. അല്ല ഇത് എല്ലാം അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടോ? അയ്യഞ്ചു കൊഞ്ചു അത് പറയാൻ പറ്റും. എനിക്ക് പറയണ്ട, എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ പറയാം, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവില്ല അവരെന്താ മിസ്സായി. നീ പറഞ്ഞോ. എനിക്ക് ഓർമ്മയില്ല. പത്തനാപുരത്തെ പത്തായത്തിന് 15 നീല നീർക്കോലികൾ നീണ്ട്, നീ 10 നീർക്കോലി എന്നാ പറഞ്ഞേ, നീല പറഞ്ഞില്ല. എന്നാ 10 നീല നീർക്കോലികൾ നീണ്ടു കിടക്കുമായിരുന്നു പറഞ്ഞു. പക്ഷെ നീണ്ടു കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവിടെ എല്ലാവരും ആരും ഉറങ്ങാനും പറഞ്ഞില്ല. പിന്നെ അത് കണ്ട് പത്തായത്തിന് താഴെ നിന്ന 10 വയസ്സുള്ള നീണ്ടു നീളമുള്ള പരമു, അങ്ങനെയാ നീണ്ടു നീളമുള്ള പരമു പേടിച്ചു ഓടി മിണ്ടാതെ പാത്തിരുന്നു. ഒരിയാടാതെ മിണ്ടാതെ പാത്തിരുന്നു. സച്ചിനെ നിനക്ക് അറ്റംപ്റ്റ് എങ്കിലും ചെയ്യണോ? ഇനിയോ? ആ ഞാൻ ഉത്തരം പറഞ്ഞു, എന്നാലും പറയില്ല എന്ന് എനിക്കറിയാം. പറഞ്ഞോ. അപ്പൊ പിന്നെ എന്നെ കളിയാക്കാനുണ്ട്. അവന് വരുന്നതിന് വീട് കെട്ടിയിട്ട് അത് വിൽക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞു, തീരാറായി. നമ്മൾ ലാസ്റ്റ് സെഗ്മെന്റ്സിലേക്ക് പോകുന്നു. എവിടെയാണോ പോകുന്നത്? ഒന്നും പോയില്ലല്ലോ. ലാസ്റ്റ് ഞാനിപ്പോൾ കുറച്ച് വേർഡ്സ് പറയും, അത് കറക്റ്റ് ഓർഡറിൽ പറയണം. ഒരു 15 വേർഡ് ഉണ്ട്. എടാ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം മണ്ട. 15 വേർഡ് പറയും, അത് കറക്റ്റ് ഓർഡറിൽ പറയണം. കോറിഡോറും വരാന്തയും ബീച്ചും അങ്ങനെ പറയാം. ഇത് ഭയങ്കര ഈസി. ഇതിന്റെ ഒരു ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ആക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയാൻ പോവാണേ. 2 വട്ടം പറയും. ഓക്കെ, 15 വേർഡ്സ് ഉണ്ട്, മൊത്തം 15 വേർഡ് ഉണ്ട്. അങ്ങനെ പറയാം. എടാ മോനെ കണ്ണാടി നോക്കടാ. പത്തനാപുരത്ത് എത്തിയിട്ടില്ല. ഇല്ല പറ്റില്ല, ഇവിടെ ഒരു കഥ സെറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകളാണ്. റെഫ്രിജറേറ്റർ, ഐസ്, പൈപ്പ്, വാട്ടർ, ഗ്യാസ്, ഫയർ, റൂം, ബെഡ്, വാഷ്റൂം, ക്ലോസറ്റ്, മഷ്റൂം, ഫുഡ്, ഈറ്റ്, ഹംഗ്രി, ടൈം. ഒന്നും കൂടെ പതിയെ പതിയെ പറയണം. ഇനി അങ്ങ് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ റെഫ്രിജറേറ്റർ, ഐസ്, പൈപ്പ്, വാട്ടർ, ഗ്യാസ്, ഫയർ, റൂം, ബെഡ്, വാഷ്റൂം, ക്ലോസറ്റ്, മഷ്റൂം, ഫുഡ്, ഈറ്റ്, ഹംഗ്രി, ടൈം. സ്റ്റാർട്ട് ചെയ്തോ. റെഫ്രിജറേറ്റർ, ഐസ്, പൈപ്പ്, വാട്ടർ, ഗ്യാസ്, ഫയർ, റൂം, ബെഡ്, വാഷ്റൂം, ക്ലോസറ്റ്, മഷ്റൂം. ഇങ്ങനത്തെ ഇതുവരെ ശരിയാ. എനിക്കറിയാം ഇതുവരെ ശരിയാ. മഷ്റൂം ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഹംഗ്രി അല്ലല്ല, മഷ്റൂം. മഷ്റൂം ഇല്ല പറ്റില്ല. കണ്ടിന്യൂ ഒന്നുമില്ല, ആയി മുതൽ പറയണം, അതിലാ കാര്യം. ടൈം ഹംഗ്രി തെറ്റാന്ന് തോന്നുന്നു. അല്ല, എവിടുന്ന മഷ്റൂം വരെ നീ പറഞ്ഞ കറക്റ്റാ. അല്ല, അതാണ് വേണ്ടത് നമ്മുടെ മോനെ. ഓർഡർ അല്ലെങ്കിൽ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയവർക്ക് മാർക്ക് ഉണ്ടോ? തരാം മോനെ. അതൊന്നും കേട്ടിട്ടില്ല, കുഴപ്പമില്ല, നോക്കണ്ട. എന്തെങ്കിലും ഒന്ന് എനിക്കറിയാം, എനിക്ക് തെറ്റിയത് അവസാനത്തെ 3 സാധനങ്ങളാ. കേട്ടില്ല റെഫ്രിജറേറ്റർ, പൈപ്പ്, വാട്ടർ, പിന്നെ സ്റ്റൗ, ഫയർ, റൂം, ബെഡ്, വാഷ്റൂം, ക്ലോസറ്റ്, പിന്നെ മഷ്റൂം, ഫുഡ്, ഹങ്കർ, മഷ്റൂം, ഹങ്കർ, പറയൂ. മഷ്റൂം, ഹങ്കർ,
ഈറ്റ് ടൈം. തെറ്റി. ടെക്സൊക്കെ ഏറ്റവും ചാൻസ് കൂടുതലാണ്. അതെ, ഈ 3 പേര് പറയുന്നത് നീ പറഞ്ഞ മഷ്റൂം ഹങ്കർ ഈറ്റ് ടൈം. റെഫ്രിജറേറ്റർ, ഐസ്, ഗ്യാസ്, ഐസ്, പൈപ്പ്, വാട്ടർ, ഗ്യാസ്, ഫയർ. എത്ര എണ്ണം പറഞ്ഞു? എവിടെ വരെ ഇപ്പൊ പറഞ്ഞ? 5 എണ്ണം പറഞ്ഞു. 6 എണ്ണം പറഞ്ഞു. ഗ്യാസ്, ഫയർ കഴിഞ്ഞു. റൂം, ബെഡ്, വാഷ്റൂം, ക്ലോസറ്റ്, മഷ്റൂം, ഫുഡ്, ഹംഗ്രി, ഈറ്റ്, ടൈം. നേരെ വാഷ്റൂം വിട്ടിട്ട് റൂമിലേക്ക് വന്നത്. അല്ല, റൂമും ബെഡ് കഴിഞ്ഞാ ഞാൻ പറഞ്ഞു. റൂം, ബെഡ്, വാഷ്റൂം, റൂം, ബെഡ്, വാഷ്റൂം, പ്രശ്നം. മഷ്റൂം, ഫുഡ്, ഈറ്റ്, ഹംഗ്രി, ടൈം. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ്. അല്ല അല്ലല്ല, ആദ്യം തെറ്റി. നീ ഇവിടെ തിരിച്ച് മറിച്ചാ പറഞ്ഞേ. ഫുഡ് വരെ വന്ന് കറക്റ്റാ, പിന്നെ ഹംഗ്രി, ഈറ്റ്, ടൈം അങ്ങനെ പറഞ്ഞു. ഇപ്പൊ കറക്റ്റ് ആക്കിയില്ലേ? അത് മനസ്സിലായില്ല. ഫസ്റ്റ് റൗണ്ടിലാ തെറ്റിച്ചു. അല്ലേ തന്നെ ടെക്സ ഏറ്റവും കൂടുതൽ കറക്റ്റ്. ആ, ഏറ്റവും കൂടുതൽ പറഞ്ഞത് ടെക്സ. അതുകൊണ്ട് ടെക്സയ്ക്ക് ഞാൻ മാർക്ക്. അപ്പൊ നമ്മളുടെ ജയിക്കാൻ വേണ്ടി അപ്പൊ നിനക്ക് എത്ര മാർക്ക്? 3 മാർക്ക്. അവന് 3 മാർക്ക്. നിനക്ക് മൊട്ട. നിനക്ക് 3 മാർക്കേ ഉള്ളൂ. ഇപ്പൊ ടൈയാ. ഞങ്ങൾക്ക് 3 പേരുണ്ട്. അപ്പൊ ഞാൻ ഇതിന്ന് ഇപ്പൊ ടൈ ബ്രേക്കർ ചെയ്യണോ? ടൈബ്രേക്കർ ഒന്നും വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട. ടൈ ബ്രേക്കർ വേണം ചെയ്യാൻ. ഞാൻ വേണം കുറച്ച് സാധനങ്ങളൊക്കെ റൂമിൽ കാണിച്ചിട്ട് പിന്നെ ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാൻ ശ്രമിച്ചോ. 1 മാർക്ക് വേണമെങ്കിൽ തരാം. വേറെ ക്വസ്റ്റ്യൻ ഇപ്പൊ എന്താ പറയാനോ? വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇത് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാൻ നോക്കിക്കോ. സന്തോഷമായി. ഓക്കെ, അപ്പൊ ശരി, എന്നാ പിന്നെ എല്ലാവർക്കും ബൈ പറയാം അല്ലേ? ഭയൊന്നുമില്ല. 500 രൂപ അടിയിൽ ഡിസ്ക്ലൈമർ ആയിട്ട് കാണിക്കണം കേട്ടോ. അതായത് വീട്ടിൽ പരീക്ഷിക്കരുത്. ഭയല്ല, പൈസ എടുക്കുന്നിട്ടേ തെളിവ് വേണം. അപ്പൊ ഗൈസ് ബൈ ബൈ, ടാറ്റ. ഇപ്പം ഇതിൽ നമുക്ക് 3 വിന്നേഴ്സ് ആണ് ഇപ്പൊ ഉള്ളത്. ആരാ? ഒന്ന് ടെക്സിയും, പിന്നെ ദേ ഈ കിടക്കുന്ന ഈ സാധനവും, പിന്നെ നമ്മുടെ ഗ്രീഷ്മയും. ഇത് നമുക്ക് കംപ്ലീറ്റ് അപ്പോനാട്ടോ. നമുക്കല്ല, നിനക്ക് ഇതിന് 3 മാർക്കുണ്ട്. സച്ചിനെ പറഞ്ഞിട്ടില്ലേ? അഭിസംബോധന ഇല്ലാതല്ലേ കിടക്കുന്ന സാധനം. ഞാൻ വരുന്നില്ല എന്നൊരു 100 തവണ പറഞ്ഞതാ. കാലെ പിടിച്ച് നിർത്തിയിട്ട് 3 മാർക്കുണ്ട്. നീ ജയിച്ചു. 500 രൂപ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ ടൈ ബ്രേക്കർ ആയതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഗൂഗിൾ പേ അയച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതൊക്കെ ആണെങ്കിൽ വ്യൂസ് കയറുള്ളൂ, അല്ലാതെ പിന്നെ അങ്ങനെ ചെയ്യണം. ഇപ്പൊ 3 പേർക്ക് 3 പേര് ജയിച്ചു. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? 500 അങ്ങനെ പറ്റില്ല. 500 ഞാൻ പറഞ്ഞുള്ളൂ. 500 ഞാൻ നിങ്ങൾ തന്നെ എന്നാ ഒരു പോകുമ്പോൾ നിങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അതിനുള്ള നീ എപ്പോഴെടുത്ത് തേച്ചോണ്ടിരുന്ന സാധനല്ലേ, അതിന്റെ ബ്രാൻഡ് പോലും അറിയില്ല. ഞാൻ പറഞ്ഞ ആരൊക്കെ ജയിച്ചാലും എല്ലാവർക്കും കൂടെ 500ന്റെ ബഡ്ജറ്റ് അങ്ങനെയാ പറഞ്ഞ. 3 പേര് ജയിച്ചു. 3 പേരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് 3 പേർക്കും കൂടെ 500ന്റെ ബഡ്ജറ്റ്. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ആദ്യം ഒരു പോയിന്റ് കിട്ടിയപ്പോഴേ കളി നിർത്താം. ഇതിപ്പോ 2 പേരാ ജയിച്ചിരുന്നെങ്കിൽ ആ 2 പേർക്കും കൂടെ 500ന്റെ ബഡ്ജറ്റ്. ഒരാളെ ജയിക്കുന്നെങ്കിൽ ഒരാൾക്ക് തന്നെ 500 കിട്ടിയേനെ. 500 തന്നെ കിട്ടിയാൽ നമ്മൾ എല്ലാവരും തന്നെയുള്ള ആഹാരം കഴിക്കുന്നത് കാര്യമില്ല. എന്നൊരു കാര്യം ചെയ്യും, 500 ഈ 3 ലാലേക്ക് ഒരാൾക്ക് ഞങ്ങൾ ഫ്ലിപ്പ് ചെയ്തോ. ആ ശരി, ആയിക്കോട്ടെ. അപ്പൊ ഗൈസ് ടാറ്റ. ഇല്ല ഗൈസ്, ഇല്ല, ഞങ്ങൾക്ക് പ്രൈസ് മണി തന്നിട്ടില്ല.
അപ്പം നമ്മുടെ മെമ്മറി ടെസ്റ്റ് ഗെയിം ചലഞ്ച് കഴിഞ്ഞു. ഓക്കെ സോറി മൈക്കിൽ അത് കഴിഞ്ഞില്ല ഇവര് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. നമ്മുടെ മെമ്മറി ടെസ്റ്റ് ഗെയിം ചലഞ്ച് കഴിഞ്ഞു. ഇത് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പൊങ്കാലിടും, റിപ്പോർട്ട് ചെയ്യും. അതെ, കാശില്ല. ഈ എല്ലാവർക്കും ഇത് റിപ്പോർട്ട് ചെയ്താലോ? അപ്പൊ പിന്നെ അപ്പം ഇനിയും ഇതുപോലത്തെ ഫണ്ണായിട്ടുള്ള ഇനി ഇതുപോലത്തെ fun ഞാൻ ഉണ്ടാവില്ല guys. ഞാൻ ഇതോടെ നിർത്തി. ഇനി എന്നെ അടുത്ത വീഡിയോയിൽ കാണില്ല. ഞാനല്ലേ ഗൈസ്. ഞാൻ ബൈ. അപ്പൊ ബൈ ബൈ എല്ലാവർക്കും ടാറ്റ ബൈ. നമുക്ക് ഇങ്ങനെ ആക്കാം.